വെളിച്ചം ആൽപ്പാട ഹായ് ഹലോ നമ്മളൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ. നമ്മളിന്ന് പുറത്തേക്ക് ഒരു ചടങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ടും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ പുട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് വേണം ഇനി ഡ്രസ്സൊക്കെ മാറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ ആ ഒഴുക്കിന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ എല്ലാവരും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ അച്ഛനും അമ്മയൊന്നും ഇല്ല, ഞാനും ചേട്ടനും പിന്നെ പിള്ളേരും മാത്രമാണ് കേട്ടോ പോണത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് പരിപാടി ഉള്ളത്. ചേച്ചിയുടെ മോളുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളേനെ പ്രസവിക്കാനായിട്ട് കൊണ്ടുവരുന്ന ചടങ്ങാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരേനൊക്കെ ആയിട്ട് വേണം പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വരെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ അതാ അവിടെ വന്നപ്പോൾ നാത്തൂനും വല്യമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ആ ഒരു ടൈം ഉണ്ടല്ലോ അതാകുമ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല ഗംഭീര മഴയാണ്. അപ്പോൾ ഇതൊരു പാടമാണ് കേട്ടോ. പാടം മുഴുവനും നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയതുപോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഇതാ ചെറുതായിട്ട് മഴയൊക്കെ തന്നെ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളവിടെ കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 2 വണ്ടിയിൽ കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 കാറാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ വന്നതാ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കായക്കൊലയും പലഹാരങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അവർ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തറവാട്ടിലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തിമാരും നാത്തൂമാരും അവരുടെ ബന്ധുക്കളും അങ്ങനെയായിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ സദ്യയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങുള്ളത്. അപ്പോൾ അതിനൊരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക കല്യാണത്തിൻ്റെ സാരിയും ആഭരണങ്ങളൊക്കെയാണ് ഇടുക. അങ്ങനെ ഒരുങ്ങിയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ഒരു എന്താ പറയുക വളകാപ്പും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മുതിർന്ന ആൾക്കാരുടെ മുൻപിൽ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ പോവുകയാണ് ചെയ്തത് കേട്ടോ.
അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മധുരം കൊടുക്കണം എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പാലട പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു കേട്ടോ, എല്ലാവർക്കും മധുരം കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഗ്ലാസ് പായസം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങിന് പോയിട്ടുള്ള ഒരു അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ്